വെൽക്കം ടു മാസിക അക്കാഡമി. മാസികയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. നമുക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന മൊഡ്യൂൾ ചാപ്റ്റർ. അതിൽ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ സിലബസ് വരുന്നതെന്ന് പറയുന്നത് നമ്പർ സിസ്റ്റം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ സിസ്റ്റം. നെക്സ്റ്റ് വരുന്നത് ലോജിക് ഗേറ്റ്സ്. ലോജിക് ഗേറ്റ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഗേറ്റ്സ് ആണ്. ആൻഡ്, ഓർ, നോട്ട്, നാൻഡ്, നോർ, അങ്ങനത്തെ കുറച്ച് ഗേറ്റ്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിമോർഗൻസ് തിയറം. നെക്സ്റ്റ് ഹാഫ് ആഡർ, ഫുൾ ആഡർ, ഫ്ലിപ്പ് ഫ്ലോപ്സ്, ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സ്, ADC ആൻഡ് DAC. ഇത്രയാണ് നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇന്ന് നോക്കുന്ന നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നതാണ് നമ്പർ സിസ്റ്റം. നമ്മൾ നോക്കുന്നതാണ് എന്ത്? നമ്പർ സിസ്റ്റം. എന്താണ് നമ്പർ സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം. ഒത്തിരി ടൈപ്പ് നമ്പർ സിസ്റ്റംസ് ഉണ്ട്. അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് വരുന്നത്? There are different types of number systems, the four main types being. ഒത്തിരി ടൈപ്പ് നമ്പർ സിസ്റ്റം ഉണ്ട്. അതിൽ 4 എണ്ണം നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ദ ബൈനറി നമ്പർ സിസ്റ്റം. ഒന്നാമത്തെയാണ് ബൈനറി നമ്പർ സിസ്റ്റം. ഓക്കെ, നമുക്ക് ഡിജിറ്റലിലൊക്കെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റം ആണ് അതെന്ന് പറയുന്നത് ബൈനറി നമ്പർ സിസ്റ്റം. അതിന്റെ ബേസ് വരുന്നത് 2 ആണ്. അതിൽ ഏതൊക്കെ നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ബേസ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന്റെ ബേസ് വരുന്നത് 2 ആണ്. അതായത് ദാറ്റ് മീൻസ് 2 നമ്പേഴ്സ് ആണ് നമ്മളുടെ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ആയിട്ട് ഉള്ളത്. ഏതൊക്കെയാണ്? 0 ആൻഡ് 1. 0യും 1ഉം ആണ് നമ്മളുടെ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഒക്ടാൽ നമ്പർ സിസ്റ്റം. ഒക്ടാൽ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോഴേ ആലോചിച്ചോണം എത്രയാണ്. അതിന്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. എന്താണ്? ഒക്ടാൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എത്രയാണ്? 8 ആണ്. ദാറ്റ് മീൻസ് അതിനകത്ത് 8 നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 8നകത്ത് ഫസ്റ്റിലെ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതായിരിക്കും? നോർമൽ നമ്മുടെ എന്തായിരിക്കും? 0 to 7 വരെ ആയിരിക്കും നമ്മളുടെ ഒക്ടാൽ നമ്പർ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ബേസ് 8 എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്പർ സിസ്റ്റം ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. എന്താണ്? ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 10 ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. ദാറ്റ് മീൻസ് അതിനകത്ത് 10 നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡ് ചെയ്തതെന്ന് പറയുമ്പോൾ എന്താണ്? 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഏതാണ്? ഒക്ടാലിനെയും ബൈനറിനെയും കൂട്ടാനെ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 10 നമ്പർ വരണം എന്നുണ്ടെങ്കിൽ എവിടം വരെ ആയിരിക്കും? 0 to 9 വരെ ആയിരിക്കും നമ്മളുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്താണ്? 0 to 9. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്പർ സിസ്റ്റം ആണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് നെക്സ്റ്റ് നമ്മളുടെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ ബേസ് എത്രയാണ് കൊടുത്തേക്കുന്നത്? ബേസ് 16 ആണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് കൊടുത്തേക്കുന്നത്. ദാറ്റ് മീൻസ് അതിനകത്ത് എത്ര നമ്പേഴ്സ് ഇൻക്ലൂഡ് ആണ്? 16 നമ്പേഴ്സ് ഇൻക്ലൂഡ് ആണ്. അതില് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ 0 to 9 വരെ ആയിരിക്കും നമ്മുടെ നോർമൽ നമ്പേഴ്സ് പറയുന്നത്. 0 to 9 വരെ ആയിരിക്കും നമ്മുടെ നോർമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ പോകുന്ന ബാക്കി ഏതാണ്? ഇപ്പൊ ഇതിനകത്ത് 0 to 9 വരെ 10 നമ്പേഴ്സ് ഇൻക്ലൂഡ് ആണ്. ബാക്കി എല്ലാം ആൽഫബറ്റ്സ് ആയിരിക്കും. 10 തൊട്ട് ആൽഫബറ്റ്സ് ആയിരിക്കും വരുന്നത്. അപ്പൊ 10 തൊട്ട് ബാക്കി എത്രയാണ്? 16 നമ്പേഴ്സ് അല്ലേ വരുന്നത്. അപ്പൊ അതിനകത്ത് A വരും, B, C, D, E, F. 1 2 3 4 5 6. ഓക്കെ, 6 നമ്പേഴ്സ് ആയിരിക്കും ബാക്കി വരുന്നത്. ഏതാണ്? 0 തൊട്ട് 9 വരെ അങ്ങനെ 10 നമ്പർ. ബാക്കി 6 നമ്പർ വരുന്നത് ആൽഫബറ്റ്സ് ആയിരിക്കും. A to F, ABCDEF. ഇത്രയായിരിക്കും നമ്മുടെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? എല്ലാ നമ്പേഴ്സിന്റെയും ബേസ് ഫസ്റ്റ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ടതാണ്. ഏതാണ്? ബൈനറിക്കകത്ത് ബേസ് 2 ആയിരിക്കും. 0 and 1 ആയിരിക്കും ബേസ് എന്ന് പറയുന്നത്. ഒക്ടാലിനകത്ത് ബേസ് 8 ആണ്. 0യും
0 to 7 ആയിരിക്കും. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് വരുന്നത് ബേസ് 10 ആണ്. ഏതൊക്കെ നമ്പേഴ്സ് ആണ്? 10 നമ്പേഴ്സ് ഉണ്ട്, 0 to 9 വരെ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. അതിന്റെ ബേസ് വന്നേക്കുന്നത് എത്രയാണ്? ബേസ് 16 ആണ് വന്നേക്കുന്നത്. ദാറ്റ് മീൻസ് 16 നമ്പേഴ്സ് നമ്മുടെ ഹെക്സാഡെസിമൽ നമ്പേഴ്സിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതിനകത്ത് നമ്പേഴ്സ് ആയിട്ട് പറയുന്നതാണ് 0 to 9 വരെയാണ് നമ്മളുടെ നോർമൽ നമ്പേഴ്സ് പറഞ്ഞത്. ബാക്കി A to F വരെ ആൽഫബറ്റ്സ് ആണ്. ഈ ആൽഫബറ്റ്സിനും നമ്പറിംഗ് ഉണ്ട്. ആൽഫബറ്റ്സിന്റെ നമ്പർ എങ്ങനെയായിരിക്കും? A എന്ന് പറഞ്ഞത് 10ാമത്തെ നമ്പർ, 10. B എന്ന് പറഞ്ഞത് 11, C 12, D എന്ന് പറഞ്ഞത് 13, E എന്ന് പറഞ്ഞത് 14, F എന്ന് പറഞ്ഞത് 15. അങ്ങനെ 15 നമ്പേഴ്സ് ഇൻക്ലൂഡ് ആയിട്ട് ഉണ്ട്. ഓക്കെ അല്ലേ? 15 അല്ല, 16 നമ്പേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടും ഉണ്ട്. ഓക്കെ അല്ലേ? ഇത്രയും. നെക്സ്റ്റ് നമുക്ക് ഓരോ നമ്പർ സിസ്റ്റത്തെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിനു മുന്നേ കുറച്ച് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ദ റാഡിക്സ് ഓർ ബേസ് ഈസ് ദ നമ്പർ ഓഫ് യുണീക് ഡിജിറ്റ്സ് ഇൻക്ലൂഡിംഗ് ഡിജിറ്റ് 0 യൂസ് ടു റെപ്രസെന്റ് നമ്പേഴ്സ്. നമ്മളുടെ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസ് എന്ന് പറഞ്ഞു. ആ ബേസ് തന്നെയാണ് ഈ റാഡിക്സ് എന്ന് പറയുന്നത്. എന്താണ്? ബേസ് തന്നെയാണ് റാഡിക്സ് എന്ന് പറയുന്നത്. അതായത് അതിനകത്ത് നമ്മുടെ നമ്പർ സിസ്റ്റത്തിനകത്ത് എത്ര നമ്പേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണിത് അതിന്റെ ബേസ് അല്ലെങ്കിൽ അതിന്റെ റാഡിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ബൈനറിയുടെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പൊ അതിനകത്ത് എത്ര നമ്പേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്? 2 നമ്പേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടും ഉണ്ട്. ഏതൊക്കെയാണ് ബൈനറിക്കകത്ത്? ബൈനറിക്കകത്ത് ബേസ് അല്ലെങ്കിൽ റാഡിക്സ് ഏതാണ്? 2 ആണ്. ദാറ്റ് മീൻസ് അതിനകത്ത് 0 and 1 എന്ന് പറയുന്ന 2 നമ്പേഴ്സ് ആണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതിൽ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഏതാണ്? 0. എപ്പോഴും 0യിൽ നിന്നായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഏത് ബേസ് ആയാലും അല്ലെങ്കിൽ ഏത് റാഡിക്സ് ആയാലും ഒരു നമ്പർ സിസ്റ്റത്തിന്റെ ബേസിനകത്ത് എന്തായിരിക്കും? 0യിൽ നിന്നായിരിക്കും ആ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബേസ് സൂചിപ്പിക്കുന്ന എന്താണ്? ആ ഒരു നമ്പർ സിസ്റ്റത്തിനകത്ത് എത്ര നമ്പേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എന്നാണ് ആ ഒരു ബേസ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ റാഡിക്സ് സൂചിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? നമ്മളുടെ ഒന്നാമത്തെ നമ്പർ സിസ്റ്റം ആണ് കൊടുത്തേക്കുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം. എന്താണ്? ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് പറഞ്ഞത്? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ബേസ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. നമ്മളുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 ആയിരിക്കും. നെക്സ്റ്റ് അതിന്റെ ഡിജിറ്റ്സ് ഓഫ് സിമ്പിൾസ് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഹാസ് 10 ഡിഫറെന്റ് ഡിജിറ്റ്സ് ഓഫ് സിമ്പിൾസ്. നേരത്തെ പറഞ്ഞ തന്നെ എന്താണ്? 10 റാഡിക്സ് അല്ലെങ്കിൽ 10 ബേസ് ഉണ്ടെങ്കിൽ ഏതൊക്കെയായിരിക്കും? 0 തൊട്ട് 9 വരെ ആയിരിക്കും നമ്പേഴ്സ്. ഏതൊക്കെയാണ്? 0, 1, 2, 3, 4, 5, 6, 7, 8 and 9. 0 to 9 വരെ ആയിരിക്കും എന്ത്? നമ്മളുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് പോകുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ, ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റം നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഒരു നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 3586.265 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പർ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് ഈ നമ്പറിനെ തന്നെ അതിന്റെ ഡെസിമലോട്ട് തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഈ നമ്പറിനെ തന്നെ എന്താണ്? ഇതൊരു ഡെസിമൽ നമ്പർ ആണ്, ഇതൊരു ഡെസിമൽ നമ്പർ ആണ്. അതെങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് കാണിക്കാം. അതിന്റെ പവർ വെച്ചിട്ട് കാണിക്കാം. ഒരു നോർമൽ ഒരു ഡെസിമൽ നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പാർട്ട് കാണും. ഏതൊക്കെയാണ്? നോർമൽ ഒരു ഡെസിമൽ നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന, ദാറ്റ് മീൻസ് എന്താണ്? ഡെസിമലിന് തൊട്ട് മുന്നേ കിടക്കുന്ന നമ്മുടെ ആ ഒരു വാല്യൂ ഇല്ലേ, അതിനെ പറയുന്നത് എന്താണ്? ഇൻറ്റീജർ. അതിന് നമുക്ക് ഇൻറ്റീജർ എന്ന് പറഞ്ഞൂടെ? ഡെസിമലിന് തൊട്ട് മുന്നേ കിടക്കുന്ന ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതിന് എന്ത് പറയാം? നമുക്ക് ഇൻറ്റീജർ എന്ന് പറയാം. ആ ഡെസിമലിന് ശേഷം കിടക്കുന്ന നമ്പറിനെ പറയുന്നതാണ് എന്ത്? ഫ്രാക്ഷൻ. നമുക്ക് പറയാം. എന്താണ്? ഡെസിമലിന് തൊട്ട് മുന്നേ നടക്കുന്ന എന്താണ്? തൊട്ട് മുന്നേ കിടക്കുന്നത് ഇൻറ്റീജറും അതിന്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന എന്താണ്? ഫ്രാക്ഷൻ എന്ന് നമുക്ക് പറയാം. ഒരു നമ്പർ സിസ്റ്റം, ഇപ്പൊ ബൈനറി ആയിക്കോട്ടെ ഡെസിമൽ ആയിക്കോട്ടെ, ഇപ്പൊ കണ്ട ഏത് നമ്പർ സിസ്റ്റം എടുത്താലും അതിന്റെ ഡെസിമലിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യമാണ് ചെയ്യുന്നത്. ഏതൊരു നമ്പറിനെയും എന്താണ്? കൺവേർട്ട് ടു ഡെസിമൽ. ഏതൊരു നമ്പറിനെയും ഡെസിമലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ ഈ നോക്കുന്നത് ഡെസിമൽ നമ്പർ ആണ്.
അതിനെയും അത് ഡെസിമലിലോട്ട് എങ്ങനെ വന്നു എന്നുള്ളത് കാണിക്കാനാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ തന്നെ ഏതൊരു നമ്പറിനെയും നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പം എന്താണ്, അതിന്റെ വെയിറ്റഡ് സം ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. എന്താണ് അതിന്റെ വെയിറ്റഡ് സം. അപ്പൊ എന്താണ് ഈ വെയിറ്റഡ് സം എന്ന് പറയുന്നത്? എന്തൊക്കെയോ സമ്മ് ചെയ്യുന്നതാണ്, എന്തൊക്കെയോ കൂട്ടുന്നതാണെന്ന് നമുക്ക് വെയിറ്റഡ് സമ്മിൽ നിന്ന് കിട്ടും. എന്താണ് കൂട്ടുന്നതെന്ന് പറയുമ്പം ദാറ്റ് മീൻസ് നമുക്ക് ഏത് നമ്പറിനെയാണോ എന്തിലോട്ടാണോ മാറ്റേണ്ടത്. നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഡെസിമൽ നമ്പർ ആണ്. അതിന് നമുക്ക് ഡെസിമലിന്റെ എങ്ങനെയാണ് ആ ഡെസിമൽ നമ്പർ വന്നത്, അല്ലെങ്കിൽ വേണ്ട ഒരു ബൈനറി നമ്പർ 0110 എന്ന് പറയുന്ന ഒരു ബൈനറി നമ്പർ. ഈ നമ്പേഴ്സിനെ സൂചിപ്പിക്കാൻ അതിന്റെ താഴെ എന്ത് കൊടുക്കും, അതിന്റെ സഫിക്സ് ആയിട്ട് 2 കൊടുക്കും. ഏതാണ് ബൈനറി നമ്പറിനെ സൂചിപ്പിക്കാൻ. ബൈനറിയുടെ ബേസ് 2 അല്ലേ. അപ്പൊ ഈ ബൈനറി നമ്പറിനെ നമുക്ക് എന്തിലോട്ട് മാറ്റണം, ഡെസിമലിലോട്ട് മാറ്റണം. ഡെസിമലിലോട്ട് മാറ്റണം. അല്ലെങ്കിൽ ഒരു ഹെക്സാഡെസിമൽ നമ്പർ അതിനെ എന്തിലോട്ട് മാറ്റണം, ഡെസിമലിലോട്ട് മാറ്റണം. അല്ലെങ്കിൽ ഒരു ഒക്ടാൽ നമ്പർ അതിനെ എന്തിലോട്ട് മാറ്റണം, ഡെസിമലിലോട്ട് മാറ്റണം. ഏത് നമ്പറിനെയും ഡെസിമലിലോട്ട് നമുക്ക് മാറ്റാൻ നമ്മൾ ചെയ്യുന്ന എന്താണ്, നമ്മൾ ചെയ്യുന്നത് അതിന്റെ വെയിറ്റഡ് സം എടുക്കുക എന്ന് പറയുന്ന പ്രോസസ് ആണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് അതിന്റെ വെയിറ്റഡ് സം എടുക്കുക. അപ്പൊ എന്താണ് വെയിറ്റഡ് സം എന്ന് പറയാം. ഇപ്പം ഈ ഒരു വാല്യൂ നോക്കുകയാണെങ്കിൽ 1010 എന്ന് പറയുന്ന ഒരു ബൈനറി നമ്പറാണ്. അതിനെ ഡെസിമലിലോട്ട് മാറ്റാനാണെന്നുണ്ടെങ്കിൽ അതിന്റെ വെയിറ്റഡ് സം നമ്മൾ എടുക്കണം. വെയിറ്റഡ് സം എന്ന് പറയുന്നത് ഇതൊരു ബൈനറി നമ്പർ ആണെങ്കിൽ അതിന്റെ ബേസ് 2, അതിന്റെ ബേസ് 2 ആണ്. ആ 2ന്റെ പവർ ആക്കിയിട്ട് നമ്മൾ ഓരോരോ ഡിജിറ്റിനെ എടുക്കും. അത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ വെയിറ്റഡ് സം എങ്ങനെ എടുക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്താണ് ഇതിന് ഇന്റീജർ പാർട്ട് എടുക്കാം. ഇന്റീജർ പാർട്ട് എന്ന് പറയുന്നത് 3586 എന്ന് ആണത് അതിന്റെ ഇന്റീജർ പാർട്ട് എന്ന് പറയുന്നത്. ഇന്റീജർ പാർട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ് 3586 ആണ് ഇന്റീജർ പാർട്ട്. അതിന്റെ ഓരോ പൊസിഷനും നോക്കാം. അതിന്റെ എന്താണ് ഓരോ പൊസിഷനും നമുക്ക് നോക്കാം. ഇതെന്ന് പറഞ്ഞത് 0യുടെ പൊസിഷനാണ് ഈ 6 കിടക്കുന്നത്. ഒന്നാമത്തെ പൊസിഷനിലാണ് 8 കിടക്കുന്നത്. രണ്ടാമത്തെ പൊസിഷനിലാണ് 5 കിടക്കുന്നത്. മൂന്നാമത്തെ പൊസിഷനിലാണ് 3 കിടക്കുന്നത്. അപ്പോൾ ഓക്കെയാണ്, ഇതിന്റെ പൊസിഷൻ ഓക്കെയാണോ? ഫസ്റ്റിൽ തുടങ്ങുന്നത്, അതായത് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ എണ്ണും. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ എണ്ണുന്ന ടൈമിൽ 6 കിടക്കുന്നത് 0യുടെ സ്ഥാനത്ത്, 8 കിടക്കുന്ന ഒന്നാമത്തെ സ്ഥാനത്ത്, 5 കിടക്കുന്ന രണ്ടാമത്തെ സ്ഥാനത്ത്, 3 കിടക്കുന്ന മൂന്നാമത്തെ സ്ഥാനത്ത്. അതിന്റെ പവേഴ്സ് ഓക്കെയാണോ? ഇതിന്റെ പവേഴ്സ് ആണ് ഈ 6, 8, 5, 3ന്റെ പവേഴ്സ് ആണ് 0, 1, 2, 3 എന്ന് കൊടുത്തേക്കുന്നത്. അതെപ്പോഴും എന്താണ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കായിരിക്കും നമ്മൾ നോക്കുന്നത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കായിരിക്കും നോക്കുന്നത്. തുടങ്ങുന്ന ഇതിലായിരിക്കും 0യിലായിരിക്കും തുടങ്ങുന്നത്. 0, 1, 2, 3 എന്ന് പറയുന്ന ഇതിലായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ഇതിന് ഇന്റീജർ പാർട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ഡെസിമൽ നമ്പറാന്ന് പറഞ്ഞു. ഇതിന്റെ ഡെസിമൽ എങ്ങനെ വന്നെന്ന് കാണിക്കാൻ വേണ്ടി ഇതിന്റെ വെയിറ്റഡ് സം ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എന്താണ് വെയിറ്റഡ് സം? ഓക്കെ അല്ലേ? വെയിറ്റഡ് സം എടുക്കുമ്പം നമുക്ക് ഇതിന്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തുടങ്ങാം. റൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ നമ്പർ ഏതാണ് 6. അതിന്റെ വെയിറ്റഡ് സം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഇൻറ്റു ഇതിന്റെ ബേസ് എത്രയാണ്? ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ 10 ആണ്. ആ 10 അതിന്റെ പവർ നമ്മളുടെ എന്തെടുക്കും 0. ഓക്കെ, എന്നിട്ട് അതിന്റെ സം എടുക്കും. രണ്ടാമത്തെ നമ്പർ എത്രയാണ് 8. അതിന്റെ ബേസ് എത്രയാണ്? ബേസ് 10 അല്ലേ? 10 റൈസ് ടു അതിന്റെ പവർ 1. ഓക്കെ അല്ലേ? പ്ലസ് മൂന്നാമത്തെ നമ്പർ ഏതാണ് 5. 5 ഇൻറ്റു അതിന്റെ ബേസ് എത്രയാണ് 10. അതിന്റെ പവർ എത്രയാണ് 2. ഓക്കെ, പ്ലസ് മൂന്നാമത്തെ ലാസ്റ്റത്തെ നമ്പർ ഏതാണ് 3. 3 ഇൻറ്റു അതിന്റെ ബേസ് എത്രയാണ് 10. അതിന്റെ പവർ എത്രയാണ് 3. ഇതായിരിക്കും ഈ കിട്ടുന്ന വാല്യൂസ് ആയിരിക്കും നമ്മളുടെ ഈ ഇൻറ്റീജറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇതാണ് ഡെസിമൽ തന്നെയാണ്. ആ ഡെസിമൽ എങ്ങനെ കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കണക്ക് ചെയ്തേക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള നമ്പേഴ്സ് എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതാണ് ഫസ്റ്റിൽ ഒരു നമ്പർ കിട്ടുവാണെങ്കിൽ അതിന്റെ എഴുതുക, അതിന്റെ ഓർഡർ എഴുതുക. അത് ഏത് ഓർഡറിലാണ് കിടക്കുന്നതെന്ന് എഴുതുക. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഓർഡർ നോക്കുന്നത്. ആ ടൈമിലും റൈറ്റിൽ കിടക്കുന്ന ഏറ്റവും റൈറ്റിൽ കിടക്കുന്ന 6, അതിന്റെ പവർ എന്ന് പറയുന്നത് 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 എന്ന് പറയുന്ന നമ്പർ കിടക്കുന്നത് 1ലാണ്. 5 എന്ന് പറയുന്ന നമ്പർ കിടക്കുന്നത് 2ലാണ്. 3 എന്ന് പറയുന്ന നമ്പർ കിടക്കുന്നത് 3ലാണ്. അതിന്റെ പവേഴ്സ് നമ്മൾ നോക്കുക. അതിന്റെ ബേസിസിൽ നമ്മൾ എന്തെടുക്കുക, അതിന്റെ വെയിറ്റഡ് സം എടുക്കുക. വെയിറ്റഡ് സം എങ്ങനെയാണ് കാണുന്നത്? ഒന്നാമത്തെ നമ്പർ 6 ഇൻറ്റു അതിന്റെ ബേസിന്റെ പവർ, ബേസ് എത്രയാണ് 10, അതിന്റെ പവർ ആണ് ഈ 0.
പ്ലസ് രണ്ടാമത്തെ നമ്പർ 8 ഇൻറ്റു അതിന്റെ ബേസ് 10 അതിന്റെ പവർ 1 പ്ലസ് മൂന്നാമത്തെ നമ്പർ 5 ഇൻറ്റു അതിന്റെ ബേസ് എത്ര 10 അതിന്റെ പവർ എത്ര 2 പ്ലസ് ലാസ്റ്റത്തെ നമ്പർ 3 ഇൻറ്റു അതിന്റെ ബേസ് അപ്പോൾ എന്ത് അതിന്റെ പവർ 3. ഓക്കെ അല്ലേ? ഇതെല്ലാം കൂടെ ചെയ്യുന്നതായിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഈ ഒരു ഇൻറ്റീജർ 3586 എന്ന് പറയുന്ന ഇൻറ്റീജറിന്റെ എന്തായിരിക്കും കറക്റ്റ് ഡെസിമൽ വാല്യൂ ആയിരിക്കും. ഡെസിമൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അതൊരു ഡെസിമൽ നമ്പർ ആണ്, അതിന്റെ ഡെസിമൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കണക്ക് ചെയ്തേക്കുന്നത്. ഇതിന്റെ വാല്യൂ എത്ര വരും? ഇതിന്റെ വാല്യൂ 10⁻0 എന്ന് പറയുന്നത് എന്താണ് 1 തന്നെയാണ്. അപ്പോൾ 6 വരും. 6 പ്ലസ് എത്ര വരും 10⁻1 എന്ന് പറയുമ്പോൾ 8 × 10⁻1 80 പ്ലസ് 10⁻2 എന്ന് പറയുമ്പോൾ 100 വരും. എത്ര വരും 500 വരും. 500 പ്ലസ് 10⁻3 എന്ന് പറയുമ്പോൾ 1000 വരും. 3 × 10⁻3 എന്ന് പറയുമ്പോൾ 3000 വരും. ഓക്കെ, ഇത് എത്ര വരും 3586 വരത്തില്ലേ? 3586 വരത്തില്ലേ? 3586 വരത്തില്ലേ ഇതിന്റെ എന്തെന്ന് പറയുന്നത് വാല്യൂ എന്ന് പറയുന്നത്? ഓക്കെ അല്ലേ? ഇത്രയും ഇത് നമ്മൾ ഇൻറ്റീജർ പാർട്ടിനെയാണ്. ഇൻറ്റീജർ ഏതാണ്? ഡെസിമലിന് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഇൻറ്റീജറും റൈറ്റ് സൈഡിൽ കിടക്കുന്നത് ഫ്രാക്ഷനും. ഓക്കെ അല്ലേ? അപ്പൊ ഇൻറ്റീജറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്തത്. ഓക്കെ അല്ലേ? ഈ സെയിം മെത്തേഡ് തന്നെയാണ് എന്തിൽ ചെയ്യുന്നത്? ഫ്രാക്ഷനിൽ ചെയ്യുന്നത്. എന്താണ് ഫ്രാക്ഷനിൽ ചെയ്യുന്നത്? സെയിം മെത്തേഡ് തന്നെയാണ്. എങ്ങനെയാണ് ഫ്രാക്ഷനിൽ ചെയ്യുന്നത്? നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന ടൈമിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എടുക്കും. 0 1 2 3 എന്ന് എടുക്കും. ഇൻറ്റീജർ ഫ്രാക്ഷൻ വരുന്ന കേസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ വാല്യൂസ് വരുന്നത് 0-യിലല്ല ഈ 2 തുടങ്ങുന്നത്. 0-യിലല്ല 2ന്റെ പവർ 0-യിലല്ല തുടങ്ങുന്നത്. ഏതിലാണ്? -1-ലാണ്. 6 -2-ല്, 5 -3-ലാണ് ഇതിന്റെ പവേഴ്സ് തുടങ്ങുന്നത്. ഇത് ഓക്കെയാണോ? ഇത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും ഇൻറ്റീജർ പാർട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും ഫ്രാക്ഷൻ കേസ് വരുന്ന കേസിൽ എന്തായിരിക്കും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും ആയിരിക്കും നമ്മൾ നമ്പറിങ് ചെയ്യുന്നത്. 0 1 2 3 പോലെ ഫ്രാക്ഷൻ എന്തായിരിക്കും -1 -2 -3 അങ്ങനെ -4 അങ്ങനെ എക്സെട്ര ആയിട്ട് പോകും. ഓക്കെ, നമ്മൾ ഇൻറ്റീജർ ഇപ്പൊ നോക്കി വെയിറ്റഡ് സം എടുത്തു. ഫ്രാക്ഷൻ നോക്കുന്ന കേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫ്രാക്ഷൻ നോക്കുന്ന കേസ് ഫ്രാക്ഷന്റെ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? 265 ആണ് ഫ്രാക്ഷന്റെ പാർട്ട് എന്ന് പറയുന്നത്. അതിൽ 2 ആണ് നമ്മുടെ നമ്പർ. 2 ഇൻറ്റു അതിന്റെ ബേസ് എത്രയാണ്? ഇതിന്റെ എല്ലാത്തിന്റെ ബേസ് 10 അല്ലേ? 10⁻⁻⁻⁻. അതിന്റെ പവർ എന്ന് പറയുന്നത് -1. ഓക്കെ അല്ലേ? 2 × 10⁻⁻1 പ്ലസ് രണ്ടാമത്തെ നമ്പർ 6 ഇൻറ്റു അതിന്റെ ബേസ് 10⁻⁻⁻ അതിന്റെ പവർ -2 പ്ലസ് 5 ഇൻറ്റു അതിന്റെ ബേസ് പറഞ്ഞത് 10 അതിന്റെ പവർ എന്ന് പറയുന്നത് -3. 5 × 10⁻⁻³ ആയിരിക്കും അതിൻ്റെ വരുന്നത്. ഓക്കെ അല്ലേ? അത് ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്താണ് ഈ വാല്യൂസ് വരും. 2 × 10⁻⁻1 ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് 10⁻⁻1 എന്ന് പറയുന്നത് എന്തായിരിക്കും? താഴെ ഡിനോമിനേറ്റർ പോകുന്ന കേസിൽ എന്തായിരിക്കും? 2 × 10⁻⁻1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2/10 ആയിരിക്കത്തില്ലേ? 2/10 എന്ന് വെച്ചാൽ എന്താണ്? 2/10 എന്ന് പറയുന്നുണ്ടെങ്കിൽ 1/5 ആയിരിക്കും. 1/5 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0.2 ആയിരിക്കും 1/5 എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഇതിന്റെ പവേഴ്സ് എല്ലാം നോക്കും. പവേഴ്സ് എല്ലാം നോക്കിയിട്ട് നമ്മളെല്ലാം കൂടെ കൂട്ടുന്ന ടൈമിൽ നമുക്ക് ലാസ്റ്റ് ഏത് നമ്പർ തന്നെ കിട്ടും? 0.265 എന്ന് പറയുന്ന നമ്പർ കിട്ടും. ഇതായിരിക്കും നമ്മളുടെ ഈ ഒരു ഡെസിമൽ നമ്പറിന്റെ ഡെസിമൽ ഫോം എങ്ങനെ കിട്ടിയെന്ന് കാണിക്കാനാണ് നമ്മൾ വെയിറ്റഡ് സം ചെയ്തത്. എല്ലാ നമ്പേഴ്സിലും ഡെസിമലിലോട്ട് മാറ്റാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എന്ത് പ്രോസസ്സാണ് ചെയ്യുന്നത്? വെയിറ്റഡ് സം ആയിരിക്കും. വെയിറ്റഡ് സം ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റിലെ എന്ത് ചെയ്യും? ഫസ്റ്റിലെ ഏതൊക്കെ നമ്പേഴ്സ് ഇപ്പം ഡെസിമൽ നമ്പർ ഇൻറ്റീജറും ഫ്രാക്ഷനും ഉള്ള നമ്പർ ആണെങ്കിലും നോർമൽ ഒരു ഡെസിമൽ നമ്പർ ആണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യുന്ന എന്തായിരിക്കും? അതിനെ നമ്പർ ചെയ്യും, അതിന്റെ പവർ നമ്പർ ചെയ്യും. ഇൻറ്റീജർ ആണെന്നുണ്ടെങ്കിലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് അതിന്റെ ഓരോ ഓർഡർ ചെയ്യും. ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അതിന്റെ ഓർഡർ ചെയ്യും. അപ്പൊ നോർമൽ ഒരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ തന്നെ അതെന്തായിരിക്കും? അതിന്റെ ഓർഡർ ചെയ്യും. ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ വെയിറ്റഡ് സം എടുക്കും. വെയിറ്റഡ് സം എന്ന് പറയുന്നത് നോർമൽ നമ്മുടെ തന്നേക്കുന്ന നമ്പർ ഇൻറ്റു അതിന്റെ ബേസിന്റെ പവർ ആക്കിയായിരിക്കും ഈ ഓർഡേഴ്സ് എഴുതുന്നത്. എന്നിട്ട് അതെല്ലാം കൂടെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് നോർമൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നമ്പർ കിട്ടും. അങ്ങനെ ആയിരിക്കും നമ്മൾ ഏതൊരു നമ്പറിനെയും ഡെസിമലിലേക്ക് മാറ്റുന്നത്. ഓക്കെ അല്ലേ?
നെക്സ്റ്റ് ഈസ് ബൈനറി നമ്പർ സിസ്റ്റം. നമ്മളുടെ ബേസിക് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത് ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി നമ്പർ സിസ്റ്റത്തിനകത്ത് എത്ര നമ്പേഴ്സ് ഇൻക്ലൂഡ് ആണ്? 0 and 1 ആണ് നമ്മളുടെ ബൈനറി നമ്പർ സിസ്റ്റത്തിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ സിസ്റ്റം ടൈപ്പ് അതിന്റെ റാഡിക്സ് അല്ലെങ്കിൽ അതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ബേസ് നമ്മൾ പറഞ്ഞ പോലെ 2 ആണ്. ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. അതിന്റെ ഡിജിറ്റ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഡിജിറ്റ്സ് അല്ലെങ്കിൽ 2 സിമ്പിൾസ്. ഏതൊക്കെയാണ്? 0 and 1. ഇതാണ് നമ്മളുടെ ബൈനറി നമ്പർ സിസ്റ്റം പറയുന്നത്. നെക്സ്റ്റ് ഈസ് അതിന്റെ പ്ലേസ് വാല്യൂസ്. ഇപ്പൊ നമ്മൾ പ്ലേസ് വാല്യൂസ് ഉണ്ട്. പ്ലേസ് വാല്യൂസ് എന്ന് പറയുമ്പോൾ ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ താഴെ നമ്മൾ കൊടുക്കുന്ന ഓർഡേഴ്സ് ആണ് എന്ത്? പ്ലേസ് വാല്യൂസ് എന്ന് പറയുന്നത്. ദ പ്ലേസ് വാല്യൂസ് ഇൻ എ ബൈനറി നമ്പർ സിസ്റ്റം ആർ ബേസ്ഡ് ഓൺ പവേഴ്സ്. പ്ലേസ് വാല്യൂസ് പറയുന്നത് എന്തിലായിരിക്കും? പവേഴ്സിലായിരിക്കും പ്ലേസ് വാല്യൂസ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ബൈനറി നമ്പർ എഴുതാം. 10 ആണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. 10101 എന്ന് പറയുന്ന ഒരു ബൈനറി നമ്പർ എന്തെങ്കിലും ഉണ്ട്. അതിന്റെ പ്ലേസ് വാല്യൂസ് എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ അതിന്റെ വെയിറ്റഡ് സം എങ്ങനെ എഴുതാം? പ്ലേസ് വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും? ഇതൊരു ബൈനറി നമ്പർ ആണ്. ഇത് 0 ആയിരിക്കും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ അതിന്റെ പവർ എന്ന് പറയുന്നത്. ഇതിന്റെ 1, ഇതിന്റെ 2, ഇതിന്റെ 3 ആൻഡ് ഇതിന്റെ 4 ആയിരിക്കും അതിന്റെ പ്ലേസ് വാല്യൂസ് അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ വെയിറ്റഡ് സം എങ്ങനെ ആയിരിക്കും എടുക്കുന്നത്? വെയിറ്റഡ് സമ്മം എടുക്കുന്നത് എങ്ങനെ ആയിരിക്കും? നമുക്ക് തന്നേക്കുന്ന നമ്പർ 1 ആണ്. 1 ഇൻറ്റു ഇതിന്റെ ബേസ് 2. ഡെസിമലിന്റെ കേസിൽ 10 ആയിരുന്നു ബേസ്. ബൈനറിയുടെ കേസിൽ 2 ആണ് ബേസ് എന്ന് പറയുന്നത്. 2 ഇൻറ്റു 2 റൈസ് ടു എന്ത്? 0 പ്ലസ് രണ്ടാമത്തെ നമ്പർ നമ്മുടെ 0 ഇൻറ്റു ബേസ് 2 റൈസ് ടു അതിന്റെ പവർ എന്തായിരിക്കും? 1 ആയിരിക്കും. പ്ലസ് മൂന്നാമത്തെ നമ്പർ 1 ഇൻറ്റു ബേസ് 2 റൈസ് ടു 2 പ്ലസ് നാലാമത്തെ നമ്പർ 0 ഇൻറ്റു 2 റൈസ് ടു 3 പ്ലസ് അഞ്ചാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 റൈസ് ടു 4. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബൈനറിയുടെ വാല്യൂ കിട്ടുന്നു. ബൈനറി ഇതിലേക്കാണ് മാറ്റിയേ? ഡെസിമലിലേക്കാണ് മാറ്റിയേ. ഓക്കെ അല്ലേ? ഇതായിരിക്കും നമ്മുടെ വെയിറ്റഡ് സം. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ പ്ലേസ് വാല്യൂസ് പറഞ്ഞേക്കുന്നത്. ഡെസിമലിന് മുന്നേ ആണെങ്കിൽ 0, 1, 2, 3, 4. ഓക്കെ അല്ലേ? ഞാൻ എക്സെട്ര ആയിട്ട് പോകും. റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ, അതായത് ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ -1, -2, -3 എക്സെട്ര പോവും. ഓക്കെ, ഇതായിരിക്കും നമ്മളുടെ എന്ന് പറയുന്നത് പ്ലേസ് വാല്യൂസ് എന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ. നെക്സ്റ്റ് നമുക്ക് കൺവേർഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു നമ്പർ സിസ്റ്റം ഉണ്ട്, അതിനെ വേറൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് നമുക്ക് മാറ്റണം. അതാണ് എന്തെന്ന് പറയുന്നത് കൺവേർഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ നമുക്ക് കൺവേർഷൻ നോക്കാം. നേരത്തെ നോക്കിയ ഡെസിമൽ എങ്ങനെ വന്നു എന്ന് കാണിക്കാനാണ് ഇതെന്ന് പറയുന്നത് കറക്റ്റ് കൺവേർഷൻ ബൈനറി ടു ഡെസിമൽ. ഇപ്പൊ കാണിച്ച ബൈനറിയെ ഡെസിമൽ നമ്പറിലേക്ക് മാറ്റാൻ. എപ്പോഴും ഒരു നമ്പറിനെ അതിന്റെ ഡെസിമൽ നമ്പറിലേക്ക് മാറ്റുന്നത് എങ്ങനെയായിരിക്കും? അതിന്റെ വെയിറ്റഡ് സം മെത്തേഡ് വഴിയായിരിക്കും ഒരു നമ്പറിനെ ഡെസിമൽ നമ്പറിലേക്ക് മാറ്റുന്നത്. അതിന്റെ എന്ത് വെച്ചിട്ടായിരിക്കും? വെയിറ്റഡ് സം മെത്തേഡ് വഴിയായിരിക്കും അതിന്റെ ഡെസിമലിലോട്ട് മാറ്റുന്നത്. ദ സ്റ്റാൻഡേർഡ് അപ്രോച്ച് ഈസ് ദ വെയിറ്റഡ് സം മെത്തേഡ്. സെയിം ഈ മെത്തേഡ് ആണെന്ന് പറയുന്നത് വെയിറ്റഡ് സം മെത്തേഡ്. നമുക്ക് തന്നേക്കുന്ന നമ്പറെ ഇൻറ്റു ബേസ് അപ്പോൺ അതിന്റെ പ്ലേസ് വാല്യൂ, എന്നിട്ട് അങ്ങനെ ഉള്ള നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നു. അതായിരിക്കും അതിന്റെ ഇന്ന നമ്പറിൽ നിന്ന് ഡെസിമലിലേക്ക് മാറ്റുന്ന വെയിറ്റഡ് സം മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ, ഒരു ബൈനറി നമ്പർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ബൈനറി എങ്ങനെ ഒരു ബൈനറി നമ്പർ എന്ന് പറയുന്നത്? അതിന്റെ ബേസ് 2 വരുന്നതായിരിക്കും ഒരു ബൈനറി നമ്പർ എന്ന് പറയുന്നത്. നമുക്ക് തന്നേക്കുന്നത് 10111.101. അതിന്റെ ബേസ് 2. ദാറ്റ് മീൻസ് അതൊരു ബൈനറി നമ്പർ ആണ്. ഇതൊരു ബൈനറി നമ്പർ ആണ്. അതിനെ എന്തിലേക്ക് മാറ്റേണ്ടത്? കൺവേർട്ട് ടു ഡെസിമൽ. ഡെസിമലിലേക്കാണ് ആ നമ്പറിനെ മാറ്റേണ്ടത്. ഇതിലോട്ടാണ് ഡെസിമലിലേക്കാണ് ഈ നമ്പറിനെ മാറ്റേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് ഈ നമ്പർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ പ്ലേസ് വാല്യൂസ് കൊടുക്കുക. പ്ലേസ് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞിട്ട് അതിനെ എന്തിലേക്ക് മാറ്റുക? അതിന്റെ വെയിറ്റഡ് സം എടുത്ത് ചെയ്യുക. ഡെസിമൽ ആവുമ്പോൾ വെയിറ്റഡ് സം മെത്തേഡ്. വെയിറ്റഡ് സം മെത്തേഡ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്താണ്? വെയിറ്റഡ് സം മെത്തേഡ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ ഈ നമ്പർ താഴോട്ട് എഴുതുവാണേ. 10111
ഡോട്ട് 101 ബേസ് 2. ഓക്കെ, ഫസ്റ്റ് ഞാൻ അതിൻ്റെ പ്ലേസസ് എഴുതാൻ പോവുകയാണ്. അതിൻ്റെ എന്താണ്, ഏതൊക്കെ പ്ലേസസ് ആണ്, അതായത് അതിൻ്റെ ഓർഡേഴ്സ് താഴെ എഴുതാൻ പോവുകയാണ്. ഒന്ന് കിടക്കുന്ന ഏതിലായിരിക്കും? 0-യിലായിരിക്കും. 1 2 3 4 4 നമ്പേഴ്സ് ഉണ്ട്. ഇൻറ്റിജർ 4 നമ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ പ്ലേസ് വാല്യൂസ് എഴുതി. ഫ്രാക്ഷൻ 3 നമ്പേഴ്സ് ഉണ്ട്, പ്ലേസ് വാല്യൂസ് എഴുതാൻ പോവുകയാണ്. -1 -2 ആൻഡ് -3. ഓക്കെ അല്ലേ? ഈ 3 എണ്ണത്തിന്റെ പ്ലേസ് വാല്യൂസ് ആണ് -1 -2 -3 എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ്. ഇതിന് ശേഷം നമ്മൾ എന്ത് എഴുതാൻ പോവുകയാണ്? അതിന്റെ വെയ്റ്റഡ് സം എഴുതാൻ പോവുകയാണ്. എങ്ങനെയാണ് അതിന്റെ വെയ്റ്റഡ് സം എഴുതുന്നത്? ഇൻറ്റീജർ നോക്കാം. ഒന്നെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തുടങ്ങാം ഇൻറ്റു ചെയ്യുന്നത്, അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ആയാലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് റൈറ്റിൽ നിന്ന് തുടങ്ങാം. 1 ഇൻറ്റു ഏതാണ് ബേസ് എത്രയാണ്? 2⁻0 പ്ലസ്, പിന്നെ 1 അല്ലേ നമ്മുടെ നമ്പർ വരുന്നത്. 1 ഇൻറ്റു 2⁻1 പ്ലസ് 1 ഇൻറ്റു 2⁻1 പ്ലസ് 0 ഇൻറ്റു 2⁻1 അല്ല, പവേഴ്സ് കൂട്ടണം. 1 ഇൻറ്റു 2⁻0 പ്ലസ് 1 ഇൻറ്റു 2⁻2 പ്ലസ് 1 ഇൻറ്റു 2⁻2 പ്ലസ് 1 ഇൻറ്റു 2⁻3. നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 1 1 0 1 അല്ലേ? 1 1 1 0. ഓക്കെ അല്ലേ? 1 1 1 0 1 1 1 0 1 1 ഇൻറ്റു 2⁻4. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? 1 ഇൻറ്റു 2⁻0 പ്ലസ് 1 ഇൻറ്റു 2⁻1 പ്ലസ് 1 ഇൻറ്റു 2⁻2 പ്ലസ് 0 ഇൻറ്റു 2⁻3 പ്ലസ് 1 ഇൻറ്റു 2⁻4. ഇതായിരിക്കും നമ്മളുടെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ ഓർഡർ വെയ്റ്റഡ് സം. ഓക്കെ അല്ലേ? ഡോട്ട് ഇടണ്ടായോ? ഡോട്ട് ഇടണം. ഡോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എന്താണ്? ഇൻറ്റീജറിനെ നോക്കാം. ഇൻറ്റീജറിന്റെ ഒന്നാമത്തെ നമ്പർ 1 ഇൻറ്റു അതിന്റെ ബേസ് 2, അതിന്റെ പവർ എന്ന് പറയുന്നത് -1. ഓക്കെ അല്ലേ? പ്ലസ് രണ്ടാമത്തെ നമ്പർ 0, അതിന്റെ ബേസ് 2, അതിന്റെ പവർ എന്ന് പറയുന്നത് -2. ഓക്കെ അല്ലേ? പ്ലസ് മൂന്നാമത്തെ നമ്പർ 1 ഇൻറ്റു അതിന്റെ ബേസ് 2, അതിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് -3. ഇത്രയായിരിക്കും. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടും. എങ്ങനെയാ നോക്കാം? 0-യിലുള്ളതെല്ലാം 0 ഇൻറ്റു ചെയ്യുന്നതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. 0 ഇൻറ്റു ചെയ്യുന്ന ഇത് കട്ടായി പോകും. ഓക്കെ, ഇത് കട്ടായി പോകും. ഓക്കെ അല്ലേ? ബാക്കി നമുക്ക് നോക്കാം. 2⁻0 എന്ന് പറയുന്നത് എന്താണ്? 2⁻0 എന്ന് പറയുന്നത് 1 ആണ്. 2⁻0 എന്ന് പറയുന്നത്, അപ്പൊ 2⁻0 ഈസ് 1 വരും. അപ്പം ഇത് 1 പ്ലസ് എന്ന് പറയുന്നത് 2 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 2⁻4 എന്ന് പറയുന്നത് 4 പ്ലസ് 2⁻2 എന്ന് പറയുന്നത് 4 പ്ലസ് 2⁻4 എന്ന് പറയുന്നത് 16 ആണ് വരുന്നത്. 16. ഇത്ര എന്ത് വരും? ഇൻറ്റീജർ പാർട്ട് വരും. ഇനി അടുത്തത് എന്താണ്? ഡെസിമൽ പാർട്ടാണ്. 2⁻1. ഡെസിമലിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ നോക്കി വെക്കാം. 2⁻1 -2 -3യുടെ കുറച്ച് വാല്യൂസ് ഉണ്ട്. ഓക്കെ, നമ്മളുടെ 2ന്റെ കുറച്ച് പവേഴ്സ് പെട്ടെന്ന് എളുപ്പത്തിന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പവേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. 2⁻1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2⁻1 എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. 2⁻1 എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. 2⁻2 എന്ന് പറയുന്നത് 0.25. 2⁻3 എന്ന് പറയുന്നത് 0.125. 2⁻4 എന്ന് പറയുന്നത് 0.625. ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഇത് ഈ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമ്മളിപ്പം ഇൻറ്റീജർ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഏതാണ് വേണ്ടത്? ഫ്രാക്ഷൻ പാർട്ടാണ്. ഫ്രാക്ഷൻ പാർട്ടിനകത്ത് 1 ഇൻറ്റു 2⁻1 വരുന്നുണ്ട്. 1 ഇൻറ്റു 2⁻1 വരുന്നുണ്ട്. അപ്പൊ 2⁻1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 ആണ്. ഓക്കെ, 0.5 പ്ലസ് ഇത് 0 ഇൻറ്റു 2⁻2 കട്ടായി പോയി. ഇനി നെക്സ്റ്റ് വരുന്നത് 1 ഇൻറ്റു 2⁻3. 2⁻3യുടെ വാല്യൂ ആണ് കൊടുത്തേക്കുന്നത് 0.125. ഓക്കെ അല്ലേ? ഇതായിരിക്കും നമുക്ക് കൂട്ടേണ്ടത്. ഇത് കൂട്ടുമ്പോൾ എത്ര വരും? 16 4 20 22 23 23 നമുക്ക് ഇൻറ്റീജർ പാർട്ട് കിട്ടും. ഡോട്ട് നമുക്ക് ഫ്രാക്ഷൻ പാർട്ട് എത്രയാണ് വരുന്നത്? ഫ്രാക്ഷൻ പാർട്ട് വരുന്നതെന്ന് പറയുന്നത് 0.125 പ്ലസ് 0.5 ആണ്. അപ്പം എത്ര വരും?
0.625 ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് 0.625 ആണ്. 23.625 ആണ് എന്ത് നമ്മളുടെ ഡെസിമൽ നമ്പർ ആക്കി വരുന്നത്. നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഇതിലോട്ടായിരുന്നു, ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്കായിരുന്നു. നമുക്ക് കിട്ടിയ ഡെസിമൽ നമ്പർ എത്ര? 23.625 ആണ്. 23.625 ആണ് നമ്മളുടെ എന്തെന്ന് കിട്ടിയത്, നമ്മളുടെ ഡെസിമൽ നമ്പർ. അതിന്റെ ബേസ് വാല്യൂ 10. ഓക്കെ അല്ലേ? ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് മാറ്റാൻ പഠിച്ചോ? ഇനി ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് ചെയ്യാം, അപ്പോൾ അത് മനസ്സിലാവും. എന്താണ് ബൈനറി നമ്പർ? ബൈനറി നമ്പർ എന്ന് പറയുമ്പോൾ 0യും 1 ഇൻക്ലൂഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. ഒരു ബൈനറി നമ്പർ കാണുമ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം. 0യും 1 മാത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ അതൊരു ബൈനറി നമ്പർ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ബേസ് 2 എന്ന് കൊടുത്തേക്കും. ബൈനറി പെട്ടെന്ന് മനസ്സിലാവും. അതിനെ എന്തിലേക്ക് മാറ്റാനാ? ഡെസിമലിലേക്ക് മാറ്റാനാണ് ചോദിച്ചേക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് നമ്പറിനെയും ഡെസിമലിലേക്ക് മാറ്റാൻ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് വെയ്റ്റഡ് സം മെത്തേഡ്. ആ വെയ്റ്റഡ് സം മെത്തേഡ് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. വെയ്റ്റഡ് സം മെത്തേഡ് എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട് എന്തിൻ്റെയൊക്കെയോ സമ്മാണ്. നമുക്ക് തന്നേക്കുന്ന വാല്യൂ ഇൻറ്റു ഏത് നമുക്ക് ആക്കേണ്ട, അതായത് ഡെസിമലിലേക്ക് മാറ്റാണെന്നുണ്ടെങ്കിൽ ഏത് നമ്പറാണ് ഡെസിമലിലേക്ക് മാറ്റേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പറിന്റെ ബേസ്, തന്നേക്കുന്ന നമ്പർ ഇൻറ്റു ആ നമ്പറിന്റെ ബേസിന്റെ പവർ എത്രയാണ്? പവർ നമ്മൾ ഓർഡർ ഇടും. ആ ഓർഡർ വെച്ചിട്ട് ആഡ് ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? ഫസ്റ്റ് നമ്പർ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീജർ ആയാലും ഫ്രാക്ഷൻ ആണെങ്കിലും 0 1 2 3 4 എന്ന് അതിന്റെ പ്ലേസ് വാല്യൂസ് എഴുതുക. ഇവിടെ -1 -2 -3 എന്ന പ്ലേസ് വാല്യൂസ് എഴുതുക. അത് വെച്ചിട്ട് ഇത് ചെയ്യുക. ഓക്കെ അല്ലേ? ഇത്രയും നമുക്ക് ഈ ഒരു ബൈനറി നമ്പറിനെ നമുക്ക് ഡെസിമലിലോട്ട് മാറ്റാം. നമ്മൾ നേരത്തെ ചെയ്ത ആ നമ്പർ തന്നെയാണോ? നേരത്തെ ആ നമ്പർ അല്ല, ഈ നമ്പർ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ എന്ത് എഴുതുന്നത്? ഫസ്റ്റിൽ ഞാൻ ആ ഒരു നമ്പർ ഇങ്ങോട്ട് എഴുതുവാണേ. 111,000.101. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത് ബൈനറി എന്ന് പറയുന്നത്. അതിനെ എന്തിലോട്ട് മാറ്റാനാ? ഡെസിമലിലോട്ട് മാറ്റാനാ. ഡെസിമൽ എന്ന് പറയുമ്പോൾ ഏതോ ഒരു നമ്പർ അതിന്റെ ബേസ് എത്രയാണ്? 10. ഇതാണ് നമുക്ക് ഡെസിമലിലോട്ട് മാറ്റുന്ന നമ്പർ എന്ന് പറയുന്നത്. ഫസ്റ്റിലെ പ്ലേസ് വാല്യൂസ് കൊടുക്കാം. 0 1 2 3 4 5. 0 1 2 3 4 5. ഓക്കെ, ഇത് ഏതാണ്? ഇൻറ്റീജർ. ഇത് ഏതാണ്? ഫ്രാക്ഷൻ. ഇതിന്റെ പ്ലേസ് വാല്യൂസ് കൊടുക്കാം. -1 -2 ആൻഡ് -3. ഇതായിരിക്കും നമ്മളുടെ ഇൻറ്റീജറും ഫ്രാക്ഷനും. പ്ലേസ് വാല്യൂസ് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് എന്ത് മെത്തേഡാ ഡെസിമലിലോട്ട് മാറ്റുന്നതുകൊണ്ട്? വെയ്റ്റഡ് സം മെത്തേഡ്. വെയ്റ്റഡ് സം മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റിൽ ഇൻറ്റീജറിനെ നോക്കാം, എന്നിട്ട് ഡോട്ട് ഡെസിമലിട്ട് പോകാം. ഒന്നാമത്തത് വേണമെങ്കിൽ 0 എന്ന് തുടങ്ങാം. 0 ഇൻറ്റു ബേസ് എത്ര? 2 റൈസ് ടു അതിന്റെ പ്ലേസ് വാല്യൂ 0 പ്ലസ് രണ്ടാമത്തത് 0 ഇൻറ്റു ബേസ് 2 റൈസ് ടു 1 പ്ലസ് മൂന്നാമത്തത് 0 ഇൻറ്റു 2 റൈസ് ടു 2. ഓക്കെ, പ്ലസ് 1 ഇൻറ്റു 2 റൈസ് ടു 3 പ്ലസ് 1 ഇൻറ്റു 2 റൈസ് ടു 4 പ്ലസ് 1 ഇൻറ്റു 2 റൈസ് ടു 5. ഇതായിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത് ഇൻറ്റീജർ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇൻറ്റീജർ പാർട്ട് ഓക്കെ ആണോ? 0 ഇൻറ്റു 2 റൈസ് ടു 0 പ്ലസ് 0 ഇൻറ്റു 2 റൈസ് ടു 1 പ്ലസ് 0 ഇൻറ്റു 2 റൈസ് ടു 2 പ്ലസ് 1 ഇൻറ്റു 2 റൈസ് ടു 3 പ്ലസ് 1 ഇൻറ്റു 2 റൈസ് ടു 4 പ്ലസ് 1 ഇൻറ്റു 2 റൈസ് ടു 5. ഇത്രയായിരിക്കും നമ്മുടെ ഇൻറ്റീജർ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ഫസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് ഫ്രാക്ഷൻ പാർട്ടിലോട്ടോ. ഇൻറ്റീജർ പാർട്ടിനകത്ത് ഈ 0 കട്ടായി പോകും. എനി നമ്പർ ഇൻറ്റു 0 0 ആണ്. ഇത് എനി നമ്പർ ഇൻറ്റു 0 0 ആണ്. ഇത് എനി നമ്പർ ഇൻറ്റു 0 0 ആണ്. ഇതിനകത്ത് 3 കാര്യങ്ങളെ വരുന്നുള്ളൂ നമ്മുടെ വാല്യൂ ആയിട്ട്. ഏതാണ്? 2�3 എത്ര വാല്യൂ? 2�3 എന്ന് പറയുന്നത് 8 ആണ്. പ്ലസ് 2�4 എന്ന് പറയുന്നത് 16 ആണ്. പ്ലസ് 2�5 എന്ന് പറയുന്നത് 16 ഇൻറ്റു എത്ര ആണ്? ഇങ്ങനെ എന്ത് വരും? 2 വരും. 16 32 വരും. 16ന്റെ
എത്രയാണ് 32 വരും. 32 വരുമ്പോൾ ഇതായിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ആഡഡ് നമ്പർ എന്ന് പറയുന്നത്. ഇത് 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇൻറ്റീജർ കിട്ടും. എത്ര കിട്ടും? ഓക്കെ, എത്ര കിട്ടും ഇതിനകത്ത്? 30, 40, 46, 48, 40, 48, 43, 50, 56 വരത്തില്ലേ ഇതിൻ്റെ ഇൻറ്റീജർ എന്ന് പറയുന്നത്? 30, 40, 48, 50, 56. ഓക്കെ, ഇത്ര വരുന്നുണ്ട് നമ്മളുടെ ഇൻറ്റീജർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഏതാണ്? ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ എങ്ങനെ എഴുതും? ഫ്രാക്ഷൻ നമ്പർ ഇങ്ങോട്ട് എഴുതാം. 0, 1, 1 ബേസ് 2. ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. പോയിന്റ് ആണേ. ഓക്കെ, ഇതിനകത്ത് എങ്ങനെ വരും ബേസ് വാല്യൂസ്? 1 × 2⁻² -1 പ്ലസ് 0 × 2⁻² പ്ലസ് 1 × 2⁻³ ഓക്കെ അല്ലേ? ഇതെങ്ങനെ വരും? ഇത് കട്ടായി പോവും. 2⁻1 2⁻1 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 2⁻1 എന്ന് പറയുന്നത് 0.5 ആണ്. പ്ലസ് 2⁻2 ഇല്ല, 2⁻3 എന്ന് പറഞ്ഞത് 0.125 ആണ്. കൂട്ടുമ്പോൾ എത്ര വരും? 0.125 പ്ലസ് 0.5 5, 2, 6. ഓക്കെ, 0.625 ആണ് നമ്മളുടെ എന്ന് പറയുന്നത്, നമ്മളുടെ ഇൻറ്റീജർ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ എത്ര കിട്ടും? നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 56.625 ആയിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത്, ഡെസിമൽ വാല്യൂ ഓഫ് ദിസ് ബൈനറി നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. ഓക്കെ, അതർ എക്സാമ്പിൾസ് ആണ് ഡെസിമൽ ടു ബൈനറി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ് ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് മാറ്റാനാണ്. ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് മെത്തേഡാണ് ചെയ്യുന്നത്? വെയ്റ്റഡ് സം മെത്തേഡാണ് ചെയ്യുന്നത്. ഏതൊരു നമ്പറിനെയും ഡെസിമലിലേക്ക് മാറ്റാൻ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് വെയ്റ്റഡ് സം മെത്തേഡ്. ഡെസിമലിന്റെ ബേസ് വെച്ചിട്ടല്ല, നമുക്ക് ചെയ്യണ നമ്പറിന്റെ ബേസ് വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ അല്ലേ? ഇതിൽ ഒന്നാമത്തെയാണ് ഇൻറ്റീജർ പാർട്ട് എന്ന് പറയുന്നത്. ഇൻറ്റീജർ പാർട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഡെസിമലിന് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത്. ഇതിൽ പെർഫോം ഷോർട്ട് ഡിവിഷൻ ബൈ 2 ആൻഡ് റെക്കോർഡ് ദി റിമൈൻഡേഴ്സ്. ഫ്രാക്ഷനിൽ പെർഫോം ഷോർട്ട് മൾട്ടിപ്ലിക്കേഷൻ ബൈ 2 ആൻഡ് റെക്കോർഡ് ദി റിസൾട്ടന്റ് ഇൻറ്റീജർ പാർട്ട്. നമ്മൾ പറഞ്ഞു ഒരു ഡെസിമൽ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു. 52.12 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പർ. ഇതിൻ്റെ ബൈനറി ഇക്വലന്റ് ആണ് നമുക്ക് വേണ്ടത്. ഇതിന്റെ ഇൻറ്റീജർ പാർട്ട് എന്ന് പറഞ്ഞാൽ 52ഉം ഡെസിമൽ പാർട്ട് എന്ന് പറയുന്നത് ഫ്രാക്ഷൻ പാർട്ട് എന്ന് പറയുന്നത് 1, 2 ആണെന്ന് വെച്ചു. നമ്മൾ ഏതൊരു നമ്പറിനെയും ഡെസിമലിലേക്ക് മാറ്റാൻ വെയ്റ്റഡ് സമ്മും, പക്ഷേ ഇൻ കേസ് നമുക്ക് ഏതൊരു നമ്പറിനെയും ഡെസിമലിൽ നിന്ന് മാറ്റാൻ, ഓക്കെ, ഡെസിമലിൽ നിന്ന് നമുക്ക് ഏതൊരു, ഇപ്പൊ ബൈനറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒക്ടാൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ ആയിക്കോട്ടെ, എന്തിലേക്കും നമുക്ക് എന്തിനെ മാറ്റാം, എന്തിൽ നിന്ന് മാറ്റാൻ, ഡെസിമലിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻറ്റീജർ ആയാലും ഫ്രാക്ഷൻ ആയാലും. ഇൻറ്റീജർ പാർട്ടാണെന്നുണ്ടെങ്കിൽ, നോർമൽ ഒരു ഇൻറ്റീജർ നമ്പർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിനെ നമ്മൾ ഷോർട്ട് ഡിവിഷൻ ചെയ്യും. ഷോർട്ട് ഡിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഡിവിഷൻ കാണിച്ചു തരാം. ഷോർട്ട് ഡിവിഷൻ ബൈ ബൈനറി ആയതുകൊണ്ട് എന്തിലേക്കാണ് മാറ്റേണ്ടത്? ബൈനറിയിലേക്ക് ആയതുകൊണ്ട് 2. ഷോർട്ട് ഡിവിഷൻ ബൈ നമുക്ക് ഏതിലേക്കാണ് മാറ്റേണ്ടതെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ നമ്പർ, അതിൻ്റെ ബേസ് വെച്ചിട്ട് നമ്മൾ ഷോർട്ട് ഡിവിഷൻ മെത്തേഡ് ചെയ്യും. ഇവിടെ ബൈനറിയാണ്, അതുകൊണ്ട് ഷോർട്ട് ഡിവിഷൻ ബൈ 2. എന്നിട്ട് ഷോർട്ട് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ റിമൈൻഡർ, അതിൻ്റെ ശിഷ്ടമായിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ബൈനറി ആയിട്ട് എടുക്കുന്നത്, ഇൻറ്റീജർ പാർട്ടിനെ. നെക്സ്റ്റ് ഈസ് ഫ്രാക്ഷണൽ പാർട്ട്. ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുമ്പോൾ ഡെസിമലിന് അപ്പുറം കിടക്കുന്ന, റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഫ്രാക്ഷണൽ നമ്പേഴ്സ്. അതിനകത്ത് എങ്ങനെയായിരിക്കും? പെർഫോം ഷോർട്ട് മൾട്ടിപ്ലിക്കേഷൻ ബൈ 2 ആൻഡ് റെക്കോർഡ് ദി റിസൾട്ടന്റ് ഇൻറ്റീജർ പാർട്ട്. ഇതിനകത്ത് ചെയ്യുന്നത് ഷോർട്ട് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് നമ്പേഴ്സ് കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം. ഇത്ര ഓക്കെ ആണല്ലോ, ഈ സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണല്ലോ. ഇതിൽ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് 112.8125 എന്ന് പറയുന്ന ഒരു എന്ത് നമ്പറാണുള്ളത്? ഡെസിമൽ നമ്പറാണുള്ളത്. എന്തിലേക്കാണ് മാറ്റേണ്ടത്? നമുക്ക് ബൈനറിയിലേക്കാണ് മാറ്റേണ്ടത്. ഏതൊരു നമ്പറിനെയും ഡെസിമലിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? ഷോർട്ട് ഡിവിഷൻ മെത്തേഡ്. എന്താണ്? ഷോർട്ട് ഡിവിഷൻ
മെത്തേഡ്. ഷോർട്ട് ഡിവിഷൻ മെത്തേഡ്. എന്താണ് ഷോർട്ട് ഡിവിഷൻ മെത്തേഡ്? ഡെസിമലിൽ നിന്ന് മാറ്റാൻ നമ്മൾ ചെയ്യുന്നത് ഷോർട്ട് ഡിവിഷൻ മെത്തേഡ്. ഡെസിമലിലേക്ക് മാറ്റാൻ വെയ്റ്റഡ് സം ചെയ്ത പോലെ ഡെസിമലിൽ നിന്ന് മാറ്റാൻ ഷോർട്ട് ഡിവിഷൻ മെത്തേഡ് ആണ് നമ്മൾ എവിടെ ചെയ്യുന്നത്? ഇതിൽ ചെയ്യുന്നത്. ഡെസിമലിൽ നിന്ന് മാറ്റാൻ, ഡെസിമലിൽ നിന്ന് ബൈനറിയിലോട്ടോ അല്ലെങ്കിൽ ഒക്ടാലിലോട്ടോ അല്ലെങ്കിൽ ഹെക്സാഡെസിമലിലോട്ടോ മാറ്റാൻ നമ്മൾ ചെയ്യുന്നത് ഷോർട്ട് ഡിവിഷൻ മെത്തേഡാണ്. ഇൻറ്റീജർ പാർട്ട് മാത്രം, ഇൻറ്റീജർ പാർട്ട് മാത്രമാണ് ഷോർട്ട് ഡിവിഷൻ മെത്തേഡ് ചെയ്യുന്നത്. ഫ്രാക്ഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഷോർട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഫ്രാക്ഷൻ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഷോർട്ട് മൾട്ടിപ്ലിക്കേഷൻ. ഫ്രാക്ഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഏതായിരിക്കും? ഷോർട്ട് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ഓക്കെ അല്ലേ? നമുക്കൊരു നമ്പർ നോക്കാം. ഇത് നിങ്ങളൊന്ന് കുറിച്ചിട്ടാണേ. നമുക്ക് ഒരു നമ്പർ നോക്കാം. ഈ നമ്പർ നമുക്ക് എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. ഡെസിമൽ നമ്പറാണ്. 112.8125 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പറാണ് ഇത്. ഇതിനകത്ത് എങ്ങനെയാണ്? നമുക്കിതിനകത്തെ ഇൻറ്റീജർ പാർട്ട് എടുക്കാം. ഇൻറ്റീജർ എന്ന് പറയുന്നത് 112 എന്ന് പറയുന്നത് 112 എന്ന് പറയുന്ന ഇൻറ്റീജർ ആണ്. ഇതിനെ ഏത് മെത്തേഡാ ചെയ്യാൻ പോകുന്നത്? ഷോർട്ട് ഡിവിഷൻ മെത്തേഡ്. ഒരിക്കലും മറക്കരുത്, ഷോർട്ട് ഡിവിഷൻ മെത്തേഡ്. ഇതായിരിക്കും ഷോർട്ട് ഡിവിഷൻ മെത്തേഡ് ആയിരിക്കും നമ്മൾ ഇതിൽ ചെയ്യുന്നത്. എന്താണ് ഷോർട്ട് ഡിവിഷൻ മെത്തേഡ്? ഇതിൽ 112 കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഷോർട്ട് ഡിവിഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനകത്ത് ഷോർട്ട് ഡിവിഷൻ ചെയ്യുന്നത് ഇതിനെയാണ്, ഡെസിമലിനെയാണ്. എന്തിലേക്കാണ് മാറ്റേണ്ടത്? ബൈനറിയിലോട്ടല്ലേ. അപ്പോൾ ബൈനറിയുടെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഷോർട്ട് ഡിവിഷൻ ചെയ്യുന്നത്. 2 വെച്ചിട്ടായിരിക്കും നമ്മൾ ഷോർട്ട് ഡിവിഷൻ ചെയ്യുന്നത്. ബൈനറിയുടെ ബേസ് വെച്ചിട്ടായിരിക്കും ഷോർട്ട് ഡിവിഷൻ ചെയ്യുന്നത്. ഇതിനകത്ത് 112 ഉണ്ട്. അതിന് നമുക്ക് ഷോർട്ട് ഡിവിഷൻ എങ്ങനെ ചെയ്യാം? നമ്മൾ ഡിവിഷൻ പോലെ ഇതിനകത്ത് 12, ഈ 2ന്റെ എത്ര ടൈംസ് ആയിരിക്കും 12 വരുന്നത് നോക്കണം. 10 × 2 എത്രയാണ്? 10 × അല്ല, I2 10, 5 × 2, I2 10. 10 കഴിഞ്ഞാൽ പിന്നെ 11-നകത്ത് 1 കൂടെ വരും. അപ്പോൾ ഇവിടെ 12 വരും. എത്ര വരും? 6 × 2 12 വരും. ഓക്കെ ആണോ നോക്കണം. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഷോർട്ട് ഡിവിഷൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? ഡെസിമലിൽ നിന്ന് മാറ്റാനായിരിക്കും. ഡെസിമലിൽ നിന്ന് മാറ്റി വേറെ ഏത് നമ്പറിലാണോ ഷോർട്ട് ഡിവിഷൻ ചെയ്യുന്നത് ആ നമ്പറിൻ്റെ ബേസ് ആയിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ബൈനറിലോട്ട് ആയതുകൊണ്ട് 2 ആണ് നമ്മൾ നോക്കുന്നത്. 2 ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. 2 112 56 × 2 ആയിരിക്കും 112 എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോവാം. ഓക്കെ, ഈ 2 4, ഇതിന് ഇവരെണ്ണം വരും. ഇവിടെ 1 വരും ശിഷ്ടം. 8 2 16. ഓക്കെ, ഇവിടെ നമ്മൾ ഇനിയും ഇതിനെ കുറയ്ക്കാൻ പോവുകയാണ്. 14 2 അല്ലേ 28. ഓക്കെ, ഇത് 2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഷോർട്ട് ഡിവിഷൻ ചെയ്ത് താഴോട്ടായിട്ട് പോവുകയാണ്. ഇത് ചെയ്യുന്ന ടൈമിൽ റിമൈൻഡേഴ്സ് വല്ലതും വരുന്നുണ്ടോ നോക്കണം. 56 ഇതിനകത്ത് പോകത്തില്ല. 112 എന്ന് പറഞ്ഞാൽ 56 × 2 അല്ലേ 112 എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും റിമൈൻഡേഴ്സ് വരുന്നുണ്ട്? റിമൈൻഡേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ 0. ഓക്കെ, റിമൈൻഡേഴ്സ് ആണ് നമ്മളുടെ മെയിൻ എന്ന് പറയുന്നത്. എന്താണ് നമ്മളുടെ റിമൈൻഡേഴ്സ് ആണ് നമ്മളുടെ മെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ 0 വരും. നെക്സ്റ്റ് 28 × 2 56-നകത്ത് തികയത്തില്ലേ. 28 × 2 അല്ലേ 56 എന്ന് പറഞ്ഞത്. അപ്പം എന്തെങ്കിലും റിമൈൻഡേഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെയും 0. നെക്സ്റ്റ് 14 × 2 28. അതിലെന്തെങ്കിലും റിമൈൻഡേഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ 0. അപ്പം ഇനി 7 2 14 അല്ലേ. അപ്പോൾ ഇവിടെ റിമൈൻഡേഴ്സും 0. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയായിരിക്കും? 3 2 6. 6 അല്ലല്ലോ ഇവിടെ 7 അല്ലേ. അപ്പോൾ ഒരു റിമൈൻഡർ വരത്തില്ലേ. ഓക്കെ, നെക്സ്റ്റ് ഇനിയും ഡിവൈഡ് ചെയ്യാനുണ്ട്. ഇത് 1 ആവുന്നിടം വരെ, ഈ ഒരു വാല്യൂ 1 ആവുന്നിടം, ഇവിടെ വരുന്ന വാല്യൂ 1 ആവുന്നിടം വരെ നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം. എന്ത് വെച്ചിട്ട്? 2 വെച്ചിട്ട്. ഓക്കെ, അപ്പം 1 2 2. ഇതിനകത്ത് 2 അല്ല 3 ഉണ്ട്. അതുകൊണ്ട് ഒരെണ്ണം എക്സ്ട്രാ വരും. അപ്പം ഇത്രയായിരിക്കും നമ്മുടെ ഷോർട്ട് ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഷോർട്ട് ഡിവിഷൻ ചെയ്യുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഷോർട്ട് ഡിവിഷൻ ചെയ്യുന്നത് ഏതൊരു നമ്പറിനെയും ഡെസിമലിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട് ഡിവിഷൻ മെത്തേഡ് ചെയ്യുന്നത്. ഡെസിമലിൽ നിന്ന് മാറ്റാനാണ് ഷോർട്ട് ഡിവിഷൻ മെത്തേഡ് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് ഇൻറ്റീജർ പാർട്ടിലായിരിക്കും. നമ്മൾ ഷോർട്ട് ഡിവിഷൻ മെത്തേഡ് ചെയ്യുന്നത് ഏതിലായിരിക്കും? ഇൻറ്റീജർ പാർട്ടിലായിരിക്കും. അതിനകത്ത് എന്താണ് നടക്കുന്നത്? അതിനകത്ത് ഷോർട്ട് ഡിവിഷൻ മെത്തേഡിനകത്ത്
ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടത് നമ്പർ ഏതൊരു നമ്പറിന്റെ ബേസ് ആണ്, ഏതിലേക്ക് മാറ്റേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ബൈനറിയിലേക്കാണ് മാറ്റേണ്ടത്. അതുകൊണ്ട് അതിന്റെ ബേസ് ആയിട്ടുള്ള 2 വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഷോർട്ട് ഡിവിഷൻ ചെയ്യുമ്പം റിമൈൻഡേഴ്സ് ആണ് നമ്മൾ റൈറ്റ് സൈഡിൽ ഇട്ടിട്ട് വരുന്നത്. റിമൈൻഡേഴ്സ് ഇത്രയും വന്നു. റിമൈൻഡേഴ്സ് ഇത് താഴെ റിമൈൻഡർ ഒന്നും ഇല്ല, ഇവിടെ താഴെ 1 വരുന്നിടം വരെ നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് എന്താണ് നടക്കുന്നത്? ഇത് നമുക്ക് ഈ കിട്ടിയത് ഒരു ബൈനറി നമ്പേഴ്സ് അല്ലേ, റിമൈൻഡേഴ്സ് എല്ലാം 0 1 ഫോമിലല്ലേ നമുക്ക് കിട്ടിയത് റിമൈൻഡേഴ്സ്. അപ്പൊ നമ്മൾ ആ റിമൈൻഡേഴ്സിനെ താഴെ നിന്നും മുകളിലോട്ട് കൗണ്ട് ചെയ്യും. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മുടെ ഷോർട്ട് ഡിവിഷൻ മെത്തേഡ് വഴി കിട്ടിയ ഇൻറ്റീജറിന്റെ ബൈനറി എന്ന് പറയുന്നത്? താഴെ നിന്നും മുകളിലേക്ക് നോക്കാം. താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ 1 1 1 1 1 0 0 0 0 0 0 0 0 ഇത്രയായിരിക്കും നമ്മളുടെ ഇൻറ്റീജർ പാർട്ട് ബൈനറി കിട്ടിയത് ബൈ ഷോർട്ട് ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. 1 1 1 0 0 0 0 1 1 1 0 0 0 0 ഇത്രയായിരിക്കും നമ്മുടെ ഷോർട്ട് ഡിവിഷൻ മെത്തേഡ് വഴി ഡെസിമലിൽ നിന്ന് മാറ്റിയ ഇത് കിട്ടിയത്. ബൈനറി നമ്പറാണ് ഇത്, ബൈനറി കിട്ടിയതാണ് ഇൻറ്റീജർ പാർട്ട്. ഇത്രയും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഡെസിമൽ പാർട്ട് എങ്ങനെ ചെയ്യാം നോക്കാം. ഓക്കെ, ഡെസിമൽ ഫ്രാക്ഷൻ പാർട്ട്. ഓക്കെ അല്ലേ? ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? 8125 ആണ് നമ്മളുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഫ്രാക്ഷൻ ചെയ്യാൻ അടുത്ത പേജ് എടുത്താലോ? എടുക്കാം. ഇത്രയൊക്കെ ആണല്ലോ. ഇൻറ്റീജർ ചെയ്യുന്ന ടൈമിൽ റിമൈൻഡേഴ്സ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് താഴെ നിന്നും മുകളിലേക്ക് റിമൈൻഡേഴ്സ് നോക്കണം. ഏതൊക്കെയായിരിക്കും? 1 1 1 0 0 0 0 1 1 1 0 0 0 0 ഇതായിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത് റിമൈൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻറ്റീജർ പാർട്ട്. നെക്സ്റ്റ് ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നതായിരിക്കും എന്ത്? 0.8125 എന്ന് പറയുന്നത്. എന്താണ് 0.8125 എന്ന് പറയുന്നത്? ഫ്രാക്ഷണൽ പാർട്ടായിരിക്കും. അതിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന മെത്തേഡ് നേരത്തെ പറഞ്ഞു, ഷോർട്ട് ഡിവിഷൻ അല്ല. ഫ്രാക്ഷനെ ചെയ്യുന്നത് ഷോർട്ട് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. എന്താണ് ഷോർട്ട് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്? ഷോർട്ട് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് നമ്മൾ ഇതിൽ ചെയ്യുന്ന. എന്താണ് ഷോർട്ട് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. ഓക്കെ, അതിനകത്ത് ഓരോ നമ്പേഴ്സിൻ്റെയും എടുത്ത് ചെയ്യാം. അങ്ങോട്ട് ശ്രദ്ധിക്കാം, നിങ്ങൾ എഴുതി പോവുക കേട്ടോ. നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 0.8125 ആണ്. അതിനെ ഷോർട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതും എന്ത് വെച്ചിട്ടാണ്? ഷോർട്ട് ഡിവിഷൻ ചെയ്ത ബൈനറിലോട്ട് മാറ്റുന്നതുകൊണ്ട് 2 വെച്ചിട്ടല്ലേ ഷോർട്ട് ഡിവിഷൻ ചെയ്തത്. അതേപോലെ ഷോർട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും ബൈനറിലോട്ട് മാറ്റുന്നതുകൊണ്ട് 2 വെച്ചിട്ടാണ് ഷോർട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, 0.8125 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈനറി നമ്പർ ഇൻറ്റു 2. ഇത് നമ്മൾ 2 വെച്ചിട്ട് ഇൻറ്റു ചെയ്യുന്നു. 2 വെച്ചിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര വരും? 2 10 0 ശിഷ്ടം 1 2 4 1 5 1 2 2 16. ഓക്കെ, ഇത്രയും വരും. 1 2 എത്ര സ്ഥാനം മാറ്റി കുത്തിയിടണം? 4 1 2 3 4. ഓക്കെ, ഇതായിരിക്കും നമ്മളുടെ എന്ന് പറയുന്നത്, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഷോർട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് താഴോട്ട് പോവാം. എങ്ങനെയാന്ന് പറയാം. ഇത് 2 വെച്ചിട്ട്, ഒന്നാമത്തെ നമ്പർ 2 വെച്ചിട്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടും. ഇതിന്റെ ഇൻറ്റീജർ പാർട്ടായിരിക്കും നമ്മളുടെ ബൈനറി എന്ന് പറയുന്നത്. ഇതിന്റെ ഇൻറ്റീജർ പാർട്ട് എത്ര? 1 അല്ലേ? അതായിരിക്കും നമ്മളുടെ ബൈനറി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് ഏത് നമ്പറിനെ എടുക്കുന്നത്? നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ഇൻറ്റീജർ പാർട്ട് ഇവിടുന്ന് പോയി, നമുക്ക് ബാക്കി ഏതേ ഉള്ളൂ? ഈ ഫ്രാക്ഷണൽ പാർട്ടേ ഉള്ളൂ. ആ ഫ്രാക്ഷൻ പാർട്ട് എടുക്കുക. 0.625 എന്ന് പറയുന്ന ഫ്രാക്ഷൻ പാർട്ടേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ബാലൻസ് ആയിട്ട് ഉള്ളത്. അതിനെ ഇനി എന്ത് ചെയ്യും? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. ഇൻറ്റു 2 എത്ര വരും? 0 ശിഷ്ടം 1 5 0 ശിഷ്ടം 1 5 6 2 12. ഓക്കെ, എന്നിട്ട് ഇത്രയും കിട്ടിയില്ലേ? 3 സ്ഥാനം മാറ്റി കുത്തിട്ടു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇൻറ്റീജർ പാർട്ട് ഏതാണ്? ഇൻറ്റീജർ പാർട്ട് ഇതിനകത്ത് 1 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഏതാണ്? 2 1 1 എന്ന് പറഞ്ഞ 2 ഇൻറ്റീജർ പാർട്ട് കിട്ടി. നെക്സ്റ്റ് നമുക്ക് കിട്ടേണ്ട മൾട്ടിപ്ലൈ ചെയ്യാൻ ഏതാണ്? ബാലൻസ് ഉള്ള നമ്മളുടെ ഫ്രാക്ഷണൽ പാർട്ട്. ബാലൻസ് ഉള്ള നമ്മുടെ ഫ്രാക്ഷണൽ പാർട്ട് 0.25 ആണ് നമ്മുടെ ബാലൻസ് ഉള്ള ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നത്. 0.250 എടുക്കുന്നില്ല, 0.25. ഏതൊരു നമ്പറിനെയും
ഇൻറ്റീജർ പാർട്ടിൻ്റെ 62.25 എന്ന് വെച്ചോ. ഏതൊരു ഇൻറ്റീജർ നമ്പറിൻ്റെയും ഇതൊരു ഡെസിമൽ നമ്പറാണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ പറഞ്ഞത് ഇതൊരു ഡെസിമൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റീജർ പാർട്ടിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരിക്കലും 0 കൊടുക്കാൻ പാടില്ല. റൈറ്റ് സൈഡിൽ 0 കൊടുത്താൽ അതിൻ്റെ വാല്യൂ മാറും. പക്ഷെ നമ്മൾ ഇൻറ്റീജർ പാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എത്ര സീറോസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് മാറത്തില്ല. അതേപോലെ തന്നെ ഫ്രാക്ഷണൽ പാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 0 കൊടുക്കാൻ പാടില്ല. റൈറ്റ് സൈഡിൽ എത്ര വേണമെങ്കിലും സീറോസ് കൊടുക്കാം. ഓക്കെ, റൈറ്റ് സൈഡിൽ എത്ര വേണമെങ്കിലും സീറോസ് കൊടുക്കാം. ഇവിടെ റൈറ്റ് സൈഡിൽ 0.250 ആണ്. അപ്പോൾ നമുക്ക് ആ 0.250 ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, 0.25 എടുത്താൽ മതി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 0.25 ഇൻറ്റു 2. അടുത്ത് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. 2 ഇൻറ്റു 5 എത്രയാണ്? 2 10 0 ശിഷ്ടം 1. ഈ 2 4 1 5. ഓക്കെ, എന്നിട്ട് ഇത്രയേ ഉള്ളൂ. 2 സ്ഥാനം പറ്റി കുത്തിട്ട് 0.50 ആണ് നമ്മളുടെ എന്തെന്ന് പറഞ്ഞത്, നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞത്. ഇതിനകത്ത് എന്തെങ്കിലും ഇൻറ്റീജേഴ്സ് ഉണ്ടോ? ഇതിനകത്തൊന്നും ഇല്ല. ഇൻറ്റീജേഴ്സ് എന്താണ്? ഇതിനകത്ത് 0 ആണ്. ആ 0 എടുത്തു. ഓക്കെ അല്ലേ? ഷോർട്ട് മൾട്ടിപ്ലിക്കേഷൻ നോക്കി ചെയ്യാം. നെക്സ്റ്റ് വരെ ഏതാണ്? നമുക്ക് ഇൻറ്റീജർ ഒന്നുമില്ല. നമ്മുടെ ഫ്രാക്ഷണൽ പാർട്ട് അഗെയിൻ എടുത്തു. 0.5 ആണ് നമ്മളുടെ ഫ്രാക്ഷണൽ പാർട്ട്. അതിനെ എന്ത് ചെയ്യുക? അതിനെ അഗെയിൻ 2 വെച്ചിട്ട് ഇൻറ്റു ചെയ്യുക. 2 വെച്ചിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് അതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് കിട്ടും. എത്രയാണ്? 2 10. 10 ആണ് നമുക്ക് കിട്ടുന്നത്. ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടു. അപ്പം ഇതിനകത്ത് എന്തേ ഉള്ളൂ? ഇതിനകത്ത് ഇൻറ്റീജർ പാർട്ട് മാത്രമേ ഉള്ളൂ, ഫ്രാക്ഷണൽ പാർട്ടില്ല. നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ അവസാനിച്ചു. ഓക്കെ, ഷോർട്ട് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയാണ്. ഡൗട്ട്സ് ഉള്ളവരും നോക്കുക. എങ്ങനെയാണ് ചെയ്തത്? ഷോർട്ട് മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഫ്രാക്ഷണൽ പാർട്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഷോർട്ട് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എന്തിലേക്കാണോ മാറ്റേണ്ടത്, അതായത് ഇപ്പം ഡെസിമലിൽ നിന്ന് ബൈനറിലേക്ക് മാറ്റേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബൈനറിയുടെ ബേസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇൻറ്റു ചെയ്യുന്നത്. ഇപ്പോൾ ഒക്ടാലിലോട്ടാണെന്നുണ്ടെങ്കിൽ ഒക്ടാലിൻ്റെ ബേസ് ആയിട്ടുള്ള 8 വെച്ചിട്ടായിരിക്കും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ബൈനറിലോട്ടായതുകൊണ്ട് 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. എങ്ങനെയാണ്? ഫ്രാക്ഷൻ പാർട്ടിനെ 0.8125 ഇൻറ്റു 2 ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടി. ഒരു ഡെസിമൽ നമ്പറാണ് കിട്ടിയത്. ആ ഡെസിമൽ നമ്പറിൻ്റെ ഇൻറ്റീജർ നമ്മൾ എടുത്തു. എഗെയിൻ അതിൻ്റെ ഫ്രാക്ഷൻ നമ്മൾ എടുത്തു. ഫ്രാക്ഷൻ നമ്പർ എടുത്തിട്ട് നമ്മൾ പിന്നെയും മൾട്ടിപ്ലൈ ചെയ്തു 2 വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എഗെയിൻ ഒരു ഡെസിമൽ നമ്പർ കിട്ടി. അതിന് ഇൻറ്റീജർ അങ്ങ് എടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്രാക്ഷൻ എടുത്തു, പിന്നെ മൾട്ടിപ്ലൈ ചെയ്തു, ഒരു ഡെസിമൽ നമ്പർ കിട്ടി, അതിന് ഇൻറ്റീജർ എടുത്തു. അങ്ങനെ ചെയ്ത് ലാസ്റ്റ് നമുക്ക് വാല്യൂ കിട്ടിയതും ഫ്രാക്ഷണൽ പാർട്ട് 0 ആയ. അത് കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ നടക്കത്തില്ല. ഇത്രയായിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത് ഷോർട്ട് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എങ്ങനെ ആയിരിക്കും അതിൻ്റെ വാല്യൂസ് എഴുതുന്നത്? അതിൻ്റെ വാല്യൂസ് നമ്മൾ എഴുതുന്നതെന്ന് പറയുന്നത് ഇതിലായിരിക്കും. ഫൈനൽ ആൻസർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏതാണ് നമ്മുടെ ഷോർട്ട് ഡിവിഷൻ മെത്തേഡിൽ താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മൾ ബൈനറി എഴുതിയെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് എഴുതുന്നത്? ഇത് നമ്മൾ എഴുതുന്നതെന്ന് പറയുന്നത് 1101 ആണ്. നമ്മൾ മുകളിൽ നിന്ന് താഴേക്കാണ് എന്തെഴുതുന്നത്? ഇൻറ്റീജർ നമ്പറിന്റെ വാല്യൂ എഴുതുന്നത്, അല്ല ഫ്രാക്ഷൻ നമ്പറിന്റെ വാല്യൂ എഴുതുന്നത് 1101 ആയിരിക്കും. നമ്മളുടെ എന്തെന്ന് പറയുന്നത് ഫ്രാക്ഷണൽ നമ്പറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഫ്രാക്ഷണൽ നമ്പറിന്റെ എന്ത് വാല്യൂ? ബൈനറി വാല്യൂ എന്ന് പറയുന്നത്. രണ്ടും ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്തോന്നു? നമ്മളുടെ ഒന്നാമത്തേന്ന് പറയുന്നത് 11100000 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഇട്ടു 11100000. ഓക്കെ, നെക്സ്റ്റ് വരും നമ്മുടെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറയുന്നത് 1101 ആയിരുന്നു. ഇതിനകത്തും 1101 ഇട്ടു, ബേസ് 2 ഇട്ടു. ഇതായിരിക്കും നമ്മളുടെ ഈ 112.8125 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തത്.